നമുക്കിന്നൊരു നാടൻ സ്റ്റൈലൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മൈദ അരിച്ചു വെച്ചതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനാവശ്യമായ 2 നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിനാവശ്യമായിട്ടുള്ള ഒരു നുള്ളപ്പക്കാരം, പിന്നെ കുറച്ച് വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള മധുരത്തിനാവശ്യമായ പഞ്ചസാര, ഒരു നുള്ളുപ്പ്, പിന്നെ കളറിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിൻ്റെ അതേ അളവിൽ തന്നെ കുറച്ച് അപ്പക്കാരം കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതും നല്ലതുപോലെ മൈദയിൽ യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വെള്ളം മാത്രം ഉപയോഗിക്കാം. ഞാനിവിടെ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് കട്ടിയുള്ള കൂട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതിനെ ലൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു കളറ് കിട്ടും. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കൂട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ നമ്മുടെ കൂട്ടിൻ്റെ കളറ് മാറി വരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ കൂട്ട് കുറച്ചും കൂടി ലൂസാകാതെ ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ ഒരു ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ഇങ്ങനെയുള്ള കൂട്ട് ലൂസാവുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്സ് ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് ലൂസാണ് കേട്ടോ, കണ്ടോ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, ലൂസാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിലേക്ക് നമ്മുടെ പുട്ടിൻ്റെ പൊടിയില്ലേ അത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുട്ടിൻ്റെ പൊടി ചേർക്കുമ്പോൾ നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു ക്രിസ്പിനെസ്സും കൂടി ഇതിലൂടെ കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പുട്ടുപൊടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. അപ്പം മധുരത്തിൻ്റെ അളവും കൂടി നമ്മൾ നോക്കണം. മധുരം ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പുട്ടുപൊടി ഇട്ടാൽ നമ്മുടെ പഴംപൊരി നല്ല ക്രിസ്പിനെസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 2 നേന്ത്രപ്പഴം ചെറുതായിട്ടാണ് നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്നത്. കാരണം എൻ്റെ കയ്യിലുള്ളത് ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് ഒരു പഴത്തിനെ 2 ആക്കിയിട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് പഴം ഈ കൂട്ടിൽ മുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചീനച്ചട്ടിയിൽ 2 വെച്ചിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. നമ്മുടെ ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് 2 പഴം മാത്രമേ ഇടാനുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ചീനച്ചട്ടിയിൽ നിന്ന് പഴംപൊരി കോരിയെടുക്കാം. 2 സൈഡും തിരിച്ചിട്ട് കൊടുക്കണം, അടി കരിയാതെ നോക്കണം.
അപ്പോൾ നമ്മുടെ പഴംപൊരി നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പഴംപൊരിയുടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ഇടണം കേട്ടോ എല്ലാവരും.